എന്നാൽ എന്തിനായിരിക്കും സാന്റാക്ലോസ് ആ വീടിന്റെ മുകളിൽ കയറിയത്? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കല്ലൂർ സെന്റ് റാഫേൽ ചർച്ചിൽ പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവർ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് കുറേ പേരൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. ഈ പുൽക്കൂടിൻ്റെ എൻട്രൻസ് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒരു ആട്ടുപാലത്തമ്മ കൂടെയാണ് നമ്മൾ ഈ പുൽക്കൂടിൻ്റെ അകത്തോട്ട് കിടക്കുന്നത്. മുൻപ് പലതവണ പുൽക്കൂടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും പുൽക്കൂട് ഇത്ര മനോഹരമായിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം തോന്നുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. മാസങ്ങളായിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾ എടുത്തതിൻ്റെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ അവിടെ കാണാനുണ്ടായിരുന്നു. ഈ പുൽക്കൂട് ഇത്രയും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഇടവകകളിൽ നിന്നും ഒരുപാട് ജനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഈ പുൽക്കൂടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പുൽക്കൂട് നേരിട്ട് കണ്ടവരും കാണാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന സാന്റാക്ലോസ്. ഈ സാന്റാക്ലോസിനെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ കയറുന്നത് ഒരു ചെറിയൊരു വീട്ടിലേക്കാണ്. നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന പണ്ടത്തെ ആ ഓടിട്ട കുഞ്ഞൊരു വീട്ടിലേക്ക്. ഈ വീടിനകത്ത് മരപ്പണിക്കാരനായ ഔസേപ്പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുൽക്കൂടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നേരെ വിട്ടോളൂ കല്ലൂർ കിഴക്കേ പള്ളിയിലേക്ക്.